ചെമ്പനീർ പൂവിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സച്ചിനെയും കാത്ത് രേവതി ഇരിക്കുന്നുണ്ട്. ശാന്തി മുഹൂർത്തത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളായി മുത്തശ്ശിമാരൊക്കെ കൂടി നമ്മുടെ രേവതിയുടെ ചുറ്റും കൂടി നിൽക്കുന്നുണ്ട്. എല്ലാവരും രേവതിനെ കളിയാക്കിയും ചിരിച്ചും തമാശകളൊക്കെ പറഞ്ഞു കാത്തിരിക്കുന്ന ഭാഗങ്ങളൊക്കെയാണ് കാണാൻ കഴിയുന്നത്. രേവതി ആണെങ്കിൽ വളരെയധികം സന്തോഷത്തിൽ തന്നെയാണ്. രേവതിനോട് ആ സന്തോഷ വാർത്ത അമ്മനെ വിളിച്ച് അറിയിക്കാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രേവതി അമ്മനെ വിളിച്ചും പറയുന്നുണ്ട്. അങ്ങനെ രേവതിയുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് അറിഞ്ഞപ്പോൾ അമ്മയ്ക്കും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അമ്മയ്ക്ക് മാത്രമല്ല ദേവുവിനും ഒരുപാട് സന്തോഷമാവുന്നൊക്കെ ഉണ്ട്. എന്തായാലും അതിനുശേഷം പിന്നീട് രേവതി മുറിയിലേക്ക് പോയി സച്ചിനെ കാത്തിരിക്കുന്നുണ്ട്. പാട്ട് പാടുന്നു, സ്വപ്നം കാണുന്നതും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെ ആ ഭാഗങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടും കാണിക്കുന്നതൊക്കെ. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ഗജാനന്ദനാണ്. ഗജാനന്ദൻ മയക്കുമരുന്നും മദ്യമൊക്കെ കാറിൽ വെച്ചിട്ട് ഓട്ടം കൊടുത്തിട്ടുണ്ട്. എന്തായാലും സച്ചിയുടെ കൂട്ടുകാരൻ അതുകൊണ്ട് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അതിനുശേഷം അയാൾ തന്നെ ഫോൺ ചെയ്യുന്നുണ്ട് പോലീസുകാരോട്. കാറിന്റെ നമ്പറൊക്കെ പറഞ്ഞു കൊടുത്ത് ഈ വണ്ടിയിൽ കഞ്ചാവും മയക്കുമരുന്നും മറ്റുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ പോലീസുകാർക്ക് അത് മതിയല്ലോ, കിട്ടാൻ വേണ്ടി കാത്തിക്കണം. അങ്ങനെ ഈ വണ്ടി വരുന്നതും നോക്കി പോലീസുകാർ അവിടെ വഴിയിൽ നിൽക്കുന്നുണ്ടാവും. അതിനുശേഷം സച്ചിനെ കാണാണ്ട് മുത്തശ്ശിയൊക്കെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട്. ഒരുപാട് നേരമായിട്ട് കാണുന്നില്ല. ഇരുട്ടായി, രാത്രിയായി. കൂടെ ഉണ്ടായിരുന്ന മുത്തശ്ശിമാർക്കൊക്കെ വീട്ടിൽ പോകണം. അവർക്ക് ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പോവുകയാണ്. നിന്റെ പേരക്കുട്ടി വന്നാൽ നീ ഞങ്ങളെ വിളിക്ക്, അപ്പൊ ഞങ്ങൾ വരാം. ഞങ്ങളുടെ ഭർത്താക്കന്മാർക്കൊക്കെ ചോറ് കൊടുക്കണം, വീട്ടിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് അവര് വിഷമത്തോടെ ഇറങ്ങി പോകുമ്പോൾ ആകെ വിഷമാവുന്നുണ്ട് മുത്തശ്ശിക്ക്. ആ സമയത്ത് രേവതി ഒരുപാട് വിഷമത്തോടെ തന്നെ നമ്മുടെ മുത്തശ്ശിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ നിർബന്ധിച്ചത് കൊണ്ടല്ലേ, അല്ലാണ്ട് ആൾക്ക് ഇഷ്ടപ്പെട്ടിട്ടൊന്നും അല്ലല്ലോ. ഇതിപ്പോ എന്റെ മൂന്നാമത്തെ ഇങ്ങനെ ഒരുങ്ങിയിരിക്കല്. ഈ രാത്രിയും ഇങ്ങനെ അവസാനിക്കും. ആൾക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് മുത്തശ്ശി ഇതിനെ നിർബന്ധിക്കുന്നത്? എന്നെ കല്യാണം കഴിച്ചത് തന്നെ ആൾക്ക് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞതല്ലേ. എപ്പോഴും എന്നോട് എന്നെ തലയിലാക്കി എന്ന് പറയുന്ന ആളെ മുത്തശ്ശി ഇതിന് നിർബന്ധിക്കരുതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് രേവതി പൊട്ടിക്കരയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ മുത്തശ്ശിക്ക് ഭയങ്കര വിഷമാവുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശി ഫോൺ വീണ്ടും വിളിക്കുന്നുണ്ട്. പക്ഷെ സച്ചി ഫോൺ എടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വരാം മുത്തശ്ശി എന്ന് പറഞ്ഞപ്പോൾ, നീ ഈ വേഗം വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും എന്ന് പറയുന്നുണ്ട്. ഇല്ല, ഞാൻ ദേ വരാന്ന് പറയുന്നുണ്ട്. പിന്നീട് കൂട്ടുകാരനിൽ ഒരാൾ തന്നെ സച്ചിനെ കൊണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞ് വണ്ടിയുമൊക്കെ കയറ്റി പോരുന്ന വഴിയിൽ പോരുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് കാറ് പോലീസുകാർ പിടിക്കുന്നുണ്ട്. പോലീസുകാർ പിടിക്കുന്നത് മാത്രമല്ല, പരിശോധിക്കുമ്പോൾ ഇന്ന സാധനങ്ങളൊക്കെ കാണുമ്പോൾ കൂട്ടുകാരൻ ഒരു അബദ്ധം ചെയ്യുന്നുണ്ട്. വണ്ടി എടുത്ത് കഴിഞ്ഞിട്ട് വിട്ടടിച്ച പോലെ പോകുന്നുണ്ട്. അത് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പോലീസുകാർ പിന്നാലെ ഓടുന്നുണ്ട്. വണ്ടിയിൽ ഇരുന്നുകൊണ്ട് തന്നെ സച്ചിനെ വിളിക്കുന്നുണ്ട്. സച്ചിനെ വിളിച്ച് വിവരങ്ങളൊക്കെ പറയുമ്പോൾ സച്ചി ആകെ ടെൻഷൻ ആവുന്നുണ്ട്. കാരണം മയക്കുമരുന്നിനേക്കാളും കൂടുതൽ തെറ്റ് ചെയ്തത് നീ ഇപ്പോഴാണ്. നീ ഓടാൻ പാടില്ലായിരുന്നു. നീ പിടി കൊടുത്തിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. നീ സമാധാനപ്പെട്ട് ഞാൻ വരാന്ന് പറയുന്നുണ്ട്. എന്തായാലും അങ്ങനെ അയാൾ കാറെടുത്ത് വീണ്ടും പോകുന്നുണ്ട്. പോലീസുകാരെ കാണാണ്ട് കണ്ണ് എത്താത്തൊരു സ്ഥലത്തെത്തിയിട്ട് വീണ്ടും സച്ചിനെ വിളിക്കുന്നുണ്ട്. സച്ചി, നീ വരുവാടാ, ഞാൻ എന്ത് ചെയ്യണം? നീ എന്നെ വിശ്വസിച്ച് വണ്ടി തന്നതല്ലേ, വണ്ടിക്ക് ഒന്നും അപകടം പറ്റാണ്ടിരിക്കാൻ വേണ്ടി ഞാനിത് ചെയ്തതെന്നൊക്കെ പറയുന്ന സമയത്ത് സച്ചിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പോലീസുകാർ വന്ന് പിടിക്കുന്നുണ്ട്. പിടികൂടുക മാത്രമല്ല, അയാൾ അടിക്കുന്നുണ്ട്. അടിച്ച് കാറിൽ കയറ്റി പോലീസ് ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുന്നുണ്ട്. കാറ് മറ്റൊരു പോലീസുകാരൻ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഇതൊക്കെ സച്ചി ഫോണിലൂടെ കേൾക്കുന്നുണ്ടായിരുന്നു. സച്ചി മറ്റേ കൂട്ടുകാരനോട് പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ ബസ് സ്റ്റോപ്പിലാക്കാൻ പറഞ്ഞപ്പോൾ, നീ എന്താടേ പറയുന്നത്? ബസ് സ്റ്റോപ്പിലേക്ക് പോകാനാണ് അന്ന് നിന്റെ ശാന്തി മുഹൂർത്തം അല്ലേ? നീ മിണ്ടാണ്ടിക്കടാ. ശാന്തി മുഹൂർത്തമാണോ വലുത്? എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുത് കാറാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പോകണം. ഞാൻ പോകണ് എന്ന് പറഞ്ഞു. നീ എന്നെ വേഗം ഉണ്ടാക്കിത്താ മുത്തശ്ശിയോട്, നീ ചെന്ന് വരാൻ പറഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ കൂട്ടുകാരൻ ബസ് സ്റ്റോപ്പിലേക്ക് കൊണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇതിനു ശേഷം വീണ്ടും മുത്തശ്ശിയും രേവതിയും കാത്തിരുന്ന് കാണാണ്ടായി സച്ചിനെ വിളിക്കുമ്പോൾ സച്ചി ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ പാറുമ്മ അന്വേഷിച്ച് പോകുന്നുണ്ട്. പാറുമ്മ അന്വേഷിച്ച് പോയിട്ട് പാറുമ്മനെയും കാണുന്നില്ല. വീണ്ടും മുത്തശ്ശി എന്നെ ഇറങ്ങാൻ പോണ സമയത്ത് ആ കൂട്ടുകാരൻ വരുന്നുണ്ട്. ആ കൂട്ടുകാരനെ മുത്തശ്ശി ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. അതിനുശേഷമാണ് പറയുന്നത്, സച്ചിക്ക് ഇങ്ങനെ നാട്ടിലൊരു സംഭവം ഉണ്ട്. കാറ് പോലീസുകാർ പിടിച്ച് ഇങ്ങനെ മയക്കുമരുന്നൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഇനി ഒരു രക്ഷയില്ല. പോലീസ് വണ്ടി വിട്ടു കൊടുക്കില്ല. അതുകൊണ്ട് അവൻ പെട്ടെന്ന് പോയി എന്നൊക്കെ പറയുമ്പോൾ രേവതിക്ക് മുത്തശ്ശിക്ക് ആകെ വിഷമാവുന്നുണ്ട്. രേവതി പറയുന്നുണ്ട്, അയ്യോ, ഇതൊന്നും അറിയാണ്ടല്ലേ നമ്മൾ ഒരുപാട് കുറ്റം പറഞ്ഞത്. അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു മുത്തശ്ശി. ഞാൻ എന്തായാലും ഞാനും പോകണ നാട്ടിലേക്ക് പറഞ്ഞപ്പോൾ, വേണ്ട മോളെ, ഞാൻ എന്നാ രവിനെ വിളിക്കാന്ന് പറഞ്ഞപ്പോൾ, വേണ്ട, അവർ കല്യാണം പറയാൻ പോയേക്കല്ലേ, അവർ സമാധാനമായിട്ട് പോയിട്ട് വരട്ടെ എന്ന് പറയുന്നുണ്ട്. എന്നാ പിന്നെ മോള് പോയിട്ട് വായോ എന്ന് പറയുന്നുണ്ട്. അതെ, ഞാൻ തന്നെ പോകാം.
മുത്തശ്ശി പേടിക്കൊന്നും വേണ്ട, ഈ കൂട്ടുകാരനോട് പറയുന്നുണ്ട് എന്നൊന്ന് ബസ് സ്റ്റോപ്പിലാക്കി തന്നാൽ മതി, ഞാൻ വേഗം അങ്ങോട്ട് പൊക്കോളാം എന്ന് പറഞ്ഞ്. അങ്ങനെ പിന്നെ കാണിക്കുന്നത് രേവതിനെയാണ്. രേവതി നാട്ടിലേക്ക് ഒറ്റയ്ക്ക് പോകുന്നുണ്ട്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.